ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ആണ്. ഫിഷ് മേടിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. മീൻ കറി കഴിക്കാനായിട്ടൊരു പൂതി. പനി പിടിച്ചതുകൊണ്ട് വായിക്കൊരു രുചിയില്ല. മീനില്ലാണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മീൻ അങ്ങ് മേടിക്കാം. ഞാൻ ജോലി ചെയ്യുന്ന അവിടെ അടുത്ത് തന്നെ രമത്തായ്മിൽ ഒരു ചെറിയ ഫിഷ് ഷോപ്പുണ്ട്. ചെറുതൊന്നല്ല, നല്ലൊരു ഷോപ്പുണ്ട്. ഭയങ്കര വിലയാണ്. എന്നാലും പിന്നെ ഇതാണ് ഇപ്പോൾ എടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തെല്ലവിലൊക്കെ പോയി മീൻ മേടിക്കുമ്പോൾ കുറേ അധികം മേടിച്ചുകൊണ്ട് വരും അവിടെ. അപ്പോൾ നമുക്ക് വില കുറവിന് നമ്മുടെ നാട്ടിലുള്ള മീനുകളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ മേടിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ക്രിസ്മസ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. 2 വലിയ ഡെന്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഇവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് കേക്ക് മേടിക്കാനുണ്ടായിരുന്നു. കേക്ക് റൊളാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറിയാണ്. ഇത്രയും വർഷമായി ഞാനിവിടെ വന്നിട്ട് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ബേക്കറി ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ബേക്കറിനെ കുറിച്ച് അറിഞ്ഞിട്ട്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഞാൻ വന്ന് കഴിക്കുമ്പോഴൊക്കെ ഇവിടെ ചീസ് കേക്കൊക്കെയാണ് ഞാൻ കഴിച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പം ഞാൻ എല്ലായ്പ്പോഴും കേക്ക് മേടിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നുമല്ലോ നമ്മുടെ ഫുഡും നമ്മുടെ ടേസ്റ്റും ഒക്കെ കഴിക്കാൻ. ആദ്യമൊക്കെ കൊതിയായിരുന്നു ചോറ് വരെ കഴിക്കാൻ. കാരണം അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ഇവിടെ കിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടില്ല. പിന്നെ നമ്മളത് അതിലേക്ക് എത്താൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ അതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതേ എന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറേ ഇന്ത്യക്കാരും കേരളക്കാരൊക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ സാധനങ്ങളും കൂടുതൽ വരുന്നുണ്ട്. നല്ലൊരു ബേക്കറിയാണ് കേട്ടോ റൊളാഡിൻ. അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലതാണ്. ആർക്കെങ്കിലും കേക്കൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയാണ്. കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ചപ്പാത്തിയും മീൻകറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ മീൻകറി ഉണ്ടാക്കി. പരിപ്പും മത്തങ്ങയും കൂടി ഒരു ചെറിയ കുത്തിക്കാച്ച, ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയുക, അത് കറി ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ.